തമിഴ്നാട്ടിലെ തൃച്ചിയിൽ പറങ്കിമാവ് തോട്ടത്തിൽ കെട്ടിത്തൂങ്ങി മരിച്ചെന്ന് വിശ്വസിക്കപ്പെട്ട മോഷ്ടാവിനെ നിരന്തരമായ അന്വേഷണത്തിനൊടുവിൽ പത്തനംതിട്ട പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. മലയാലപ്പുഴ താഴം വഞ്ചിയിൽ കുഴിപ്പടി സുധീഷ് മുതൽ പാണ്ടിച്ചന്ദ്രൻ എന്ന് വിളിക്കുന്ന ചന്ദ്രൻ 52 പിടിയിൽ ആയത്. ഇയാൾ മോഷണക്കേസിൽ 4 LP വാറണ്ടുകൾ നിലവിലുണ്ട്. കൂടാതെ പത്തനംതിട്ട CJM കോടതിയിലും കേസുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് മലയാലപ്പുഴയിലെ വീടും വസ്തുവും ഉപേക്ഷിച്ച് തമിഴ്നാട്ടിൽ നാട് വിട്ടു പോയതാണ്. കാലപ്പഴക്കമുള്ള വാറണ്ടുകളിലെ പ്രതികളെ പിടികൂടുവാനുള്ള ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ ഊർജിതമായ അന്വേഷണത്തിലാണ് ചന്ദ്രൻ കുടുങ്ങിയത്. VG വിനോദ് കുമാർ ജില്ലാ പോലീസ് മേധാവിയായി ചുമതലയേറ്റ ശേഷം പിടികിട്ടാപ്പുള്ളികളായ പ്രതികളുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും SHOമാരുടെ നേതൃത്വത്തിൽ സ്റ്റേഷനുകളിൽ അന്വേഷണ സംഘങ്ങൾ രൂപീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് പത്തനംതിട്ട സ്റ്റേഷനിൽ രൂപീകരിച്ച പ്രത്യേക സംഘം പാണ്ടിച്ചന്ദ്രനെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തിയത്. ഒടുവിൽ ഒരു കേസിലെ ജാമ്യക്കാരനായ മലയാലപ്പുഴ സ്വദേശി മോഹനൻ നായരെ കണ്ടെത്തിയത് അന്വേഷണത്തിന് വഴിത്തിരിവായി. വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രൻ മലയാലപ്പുഴ വീടും വസ്തു ഉപേക്ഷിച്ച് തമിഴ്നാട്ടിലേക്ക് കടന്നിരുന്നു. പിന്നീട് ഇവിടെ ആരും ഇയാളെ കണ്ടിട്ടില്ല. ജാമ്യക്കാരനായ മോഹനൻ നായർക്ക് അറസ്റ്റ് വാറണ്ട് വന്നതോടെ പലയിടങ്ങളിലും ഇയാളെ അന്വേഷിച്ചു പോയിരുന്നു. തമിഴ്നാട്ടിലെ ചന്ദ്രൻ്റെ ജന്മസ്ഥലമായ തൃച്ചിയിലും പോയി. അവിടെയൊക്കെ തിരഞ്ഞ ജാമ്യക്കാരൻ കാണാനാവാതെ തിരിച്ച് കോടതിയിലെത്തി ജാമ്യത്തുകയായ 10,000 രൂപ അടച്ചു. തിരുച്ചിയിൽ പറങ്കുമാത്തോട്ടത്തിൽ തൂങ്ങി മരിച്ചതായി അറിഞ്ഞെന്ന് ഇയാൾ കോടതിയിലും പോലീസിലും വെളിപ്പെടുത്തി. തുടർന്ന് പ്രതി മരിച്ചതായി സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോലീസ് നിരവധി അന്വേഷണങ്ങൾ നടത്തി. പക്ഷേ ഫലം ഉണ്ടായില്ല. ഇതിനിടെ ചന്ദ്രൻ എന്ന പേരുള്ള തമിഴ്നാട്ടുകാരന് എന്ന് പരിചയപ്പെടുത്തി ശബരിമലയിൽ ഒരാൾ കടയിൽ പണിയെടുക്കുന്നുവെന്ന വിവരം പോലീസിന് ലഭിച്ചു. ഇതിൻ്റെ ചൂട് പിടിച്ചുള്ള അന്വേഷണത്തിൽ ചന്ദ്രൻ മരിച്ചിട്ടില്ല എന്ന നിഗമനത്തിൽ പോലീസിനെ എത്തിച്ചു. ഇയാളുടെ മകൻ കായംകുളം മുതുകുളത്തുണ്ടെന്നറിഞ്ഞ് പോലീസ് അവിടെ എത്തി രഹസ്യമായി അന്വേഷിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. ഇടയ്ക്കിടെ ഇവിടെ ചന്ദ്രൻ എത്താറുണ്ടെന്ന് വിശ്വസനീയമായ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എത്തിയാലുടൻ അറിയിക്കാൻ ഏർപ്പാട് ചെയ്തു. തുടർന്ന് ചൊവ്വ രാത്രി 1:30 മകൻ്റെ വീടിൻ്റെ തിണ്ണയിൽ ചന്ദ്രൻ കിടന്നുറങ്ങിയതായി വിവരം കിട്ടി. പോലീസ് സംഘം അവിടെ എത്തിയെങ്കിലും കണ്ടില്ല. തെരച്ചിൽ വേഗമാക്കിയ പോലീസ് കനകക്കുന്ന് ബോട്ടുകെട്ടിൽ നിന്നും ബുധൻ പുലർച്ചെ 3:15 ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ വർഷങ്ങൾ നീണ്ട ഒളിവ് ജീവിതം മോഷ്ടാവ് പോലീസിനോട് വെളിപ്പെടുത്തി. ശബരിമല കേന്ദ്രമാക്കി മോഷണം ശീലമാക്കിയ ആളാണ് ചന്ദ്രൻ. ഹോട്ടലിൽ പെറോട്ട വീശുന്നതുൾപ്പെടെയുള്ള ജോലികൾ മിടുക്കുള്ള ഇയാൾ ശബരിമല സീസണിൽ ജോലിക്കെത്തുന്ന വ്യാജേനയെത്തി മോഷണം നടത്തി മുങ്ങും. കോടതിയിൽ നിന്നുള്ള സമൻസുകളും വാറണ്ടുകളും നടപ്പാക്കുന്ന ഡ്യൂട്ടി ചെയ്യുന്ന CPO രഞ്ജിത്ത് K നായർ ശേഖരിച്ച രഹസ്യ വിവരങ്ങൾ ഇത്രകാലം എല്ലാവരെയും കബളിപ്പിച്ച് ഒളിവിൽ കഴിഞ്ഞ ചന്ദ്രനെ കണ്ടെത്തുന്നതിൽ നിർണായകമായി. രഞ്ജിത്ത് പത്തനംതിട്ടയിലെ തമിഴ്നാട്ടുകാരനായ പലരോടും പാണ്ടിച്ചന്ദ്രനെ അന്വേഷിച്ചതിൽ ശബരിമല കേന്ദ്രീകരിച്ച് ഹോട്ടൽ ജോലി ചെയ്യുന്ന ചന്ദ്രൻ എന്നയാളെപ്പറ്റിയും അയാൾക്ക് മോഷണക്കേസുകളുണ്ടെന്നും മകൻ കായംകുളം മുതുകുളം ഭാഗത്ത് താമസിക്കുന്നുണ്ടെന്നുമുള്ള വിവരങ്ങൾ ലഭിച്ചത്. ഈ വീട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും അയൽവാസികളോട് ചന്ദ്രൻ എപ്പോൾ വീട്ടിൽ വന്നാലും വിവരം അറിയിക്കണമെന്ന് രഹസ്യ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടാണ് രഞ്ജിത്ത് മടങ്ങിയത്. തുടർന്ന് 5 മാസത്തോളം പത്തനംതിട്ട പോലീസ് കാത്തിരുന്ന പാണ്ടിച്ചന്ദ്രൻ മകൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടെന്ന ഫോൺ സന്ദേശം ബുധൻ പുലർച്ചെ 1:30 രഞ്ജിത്തിൻ്റെ ഫോണിൽ വരികയും തുടർന്ന് പോലീസ് സംഘം അങ്ങോട്ട് തിരിക്കുകയുമായിരുന്നു. 9 വർഷം മുമ്പ് ഇയാളുടെ ഭാര്യ മരണപ്പെട്ടു. ഇയാൾ ഭാര്യയെ മർദ്ദിക്കാറുണ്ടായിരുന്നെന്ന് പോലീസിന് വിവരം ലഭിച്ചു. കനകക്കുന്ന് പോലീസിനെ ആക്രമിച്ച കേസിലും ഇയാൾ പ്രതിയാണ്. അക്രമാസക്തനായ പ്രതിയെ സാഹസികമായിട്ടാണ് കീഴടക്കിയത്. പത്തനംതിട്ട DYSP നന്ദകുമാറിൻ്റെ മേൽനോട്ടത്തിൽ പോലീസ് ഇൻസ്പെക്ടർ ശിവകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് വർഷങ്ങളായി വിദഗ്ധമായി മുങ്ങി നടന്ന ചന്ദ്രനെ സാഹസികമായും തന്ത്രപരമായും നിയമത്തിന് മുന്നിൽ എത്തിച്ചത്. സംഘത്തിൽ SIമാരായ ജിനു, ഷിജു P സാം, രാജേഷ് കുമാർ, CPO വിജീഷ്, CPOമാരായ രാജേഷ്, രഞ്ജിത്ത്, സെയ്ദ് അലി എന്നിവരാണ് ഉണ്ടായിരുന്നത്.